പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട പീറ്ററച്ചൻ ഓരോ പ്രാവശ്യവും പറയുമ്പോൾ നമ്മുടെ ആത്മാവിലേക്കാണ് തുളച്ചു കയറുന്നത്. അൻപോടെയുള്ള ഒരു നോവാണ് നോമ്പുകാലം. നോമ്പുകാലത്തിന്റെ ദർശനം തന്നെ ത്രിത്വിക ദൈവത്തെ പ്രാപിക്കുക, പ്രസാദിപ്പിക്കുക എന്നതാണ്. സകല പുണ്യങ്ങളും പൂക്കുന്ന കാലം ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മെ പാകപ്പെടുത്തി യേശുവിനോട് ചേർന്നു നിൽക്കാൻ, നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഈ നോമ്പുകാലത്ത്, ഇത്തരുണത്തിൽ ഇന്നത്തെ വചന സന്ദേശം നമുക്ക് നൽകുവാൻ നമ്മോടുകൂടെ ആയിരിക്കുന്ന ദൈവകുടുംബത്തിന്റെ സാരഥി, നമ്മുടെ ക്യാപ്റ്റൻ, ഒത്തിരി വിശേഷണങ്ങളുണ്ട്. എത്രയും സ്നേഹബഹുമാനപ്പെട്ട പീറ്ററച്ചന് ദൈവകൃപ കൂടാരത്തിലേക്ക് സഹർഷം, ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ അവസരത്തില് വിശ്വാസികളുടെ ഇടയില്, സഭയുടെ തന്റെ ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയില് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടത്തെയാണ് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. സത്യത്തില് ക്രിസ്തു അത് പറഞ്ഞപ്പോൾ അത് നിത്യതയുടെ വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഭയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ അധികാരത്തിന്റെ പ്രതിസന്ധി തന്നെ. അത് ഇന്നത്തെ വചനഭാഗം നമ്മളൊരു വിഭവ വീക്ഷണം നടത്തുമ്പോൾ ആദ്യ ഭാഗത്ത് ഭൗതികമായ നിലപാട്, അധികാരത്തിന്റെ ശ്രേണി എങ്ങനെയാണെന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് തന്റെ ശിഷ്യന്മാരുടെ ഇടയിലുള്ള അധികാര ശ്രേണി സംവിധാനം എപ്രകാരമായിരിക്കണമെന്ന് പറയുകയാണ്. മൂന്നാമതായിട്ട് അതുവഴി കരഗതമാകാവുന്ന നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച്, നിത്യ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്തിലുള്ളത്. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കുമ്പോൾ, നോക്കിയാൽ മാത്രമേ ഈ വചനത്തിന്റെ ആഴങ്ങൾ പിടികിട്ടും. ലൂക്കയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തില് 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത്. യേശുവിനെ വധിക്കാനായുള്ള ഗൂഢാലോചന നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും കൂടി നടത്തുകയാണ്. ശിഷ്യന്മാര് പെസഹ ഒരുക്കുകയാണ്. മൂന്നാമതായിട്ട് ഈശോ ശിഷ്യന്മാരോടൊപ്പം ഒടുവിലത്തെ അത്താഴം കഴിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. തർക്കിക്കാൻ പറ്റിയ സമയമാണ് അധികാരത്തെ കുറിച്ച്. ഈ നമ്മള് സാഹിത്യത്തിൽ പറയുന്ന പോലെ റോമാ നഗരം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് പറഞ്ഞതുപോലെ, ക്രിസ്തുവിന്റെ ചോര പൊടിയുന്ന വേർക്കണ്ട അത്രയും മാനസിക സംഘർഷങ്ങളിലൂടെ ഗുരു കടന്നു പോകുമ്പോൾ ശിക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അധികാര തർക്കത്തിന്. അപ്പം ഇത് വളരെ പ്രശ്നം പിടിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ആത്മീയമായ ഒരു അർത്ഥം എടുക്കുമ്പോൾ, ക്രിസ്തു മരണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യര് അധികാരത്തിലേക്ക് പോകും. ക്രിസ്തു മരണത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യാനി അധികാരത്തിലേക്ക് പോകും. നേരെ മറിച്ചും അത് തന്നെയാണ് സംഭവം. എപ്പോഴൊക്കെ ക്രിസ്തുവിന്റെ ശിഷ്യര് 2 കാര്യത്തിനു വേണ്ടി പോയി എന്ന് നമുക്കറിയാം. യൂദാസിന്റെ പണക്കൊതിയും ശിഷ്യന്മാരുടെ അധികാരക്കൊതിയും. ഈ 2 കാര്യങ്ങള് അവരിൽ പ്രബലമായപ്പോഴാണ് ക്രിസ്തു കൊല്ലപ്പെട്ടത്. ക്രിസ്തു ശിഷ്യരുടെ ഇടയില് സമ്പത്തിനോടും അധികാരത്തോടുമുള്ള പ്രതിബദ്ധത എപ്പോഴെല്ലാം കൂടുമ്പോന്നോ അപ്പോഴെല്ലാം ക്രിസ്തു ക്രൂശിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഇന്നും എന്നും എക്കാലത്തും അത് തന്നെയാണ് സത്യം. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അത് തന്നെയാണ് സത്യം. എപ്പോഴൊക്കെ സഭാ അധികാരികൾക്ക് പണത്തോട് ആർത്തി തോന്നിയോ അപ്പോ സഭ നാറിയിട്ടുണ്ട്, ക്രിസ്തു മരിച്ചിട്ടുണ്ട്.
എപ്പോഴൊക്കെ സഭയിൽ അധികാരത്തിന്റെ വടംവലി നടന്നിട്ടുണ്ടോ, അധികാരം അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ സഭ നാറിയിട്ടുണ്ട്, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ക്രിസ്തു സഭയില് ഉള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ഈ സഭയുടെ ചെറിയ പതിപ്പായ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഇത് സംഭവിക്കും. ഈ സഭയുടെ ചെറിയ പതിപ്പായ ധ്യാന കേന്ദ്രങ്ങളിൽ ഇത് സംഭവിക്കും. സഭയുടെ ചെറിയ പതിപ്പായ കുടുംബങ്ങളിൽ ഇത് സംഭവിക്കും. സഭയുടെ ചെറിയ പതിപ്പായ സംഘടനകളിൽ സംഭവിക്കും. എപ്പോഴൊക്കെ പണത്തോടും സ്ഥാനങ്ങളോടും അധികാരത്തോടും പ്രേമം വരുന്നുവോ അപ്പോഴെല്ലാം ക്രിസ്തു കൈമോശം വരും, അല്ലെങ്കിൽ ക്രിസ്തു മരിക്കും. കൈമോശം വരികയാണെങ്കിൽ സഹിക്കാമായിരുന്നു. ഇത് ക്രിസ്തു കൊല്ലപ്പെടുക ചെയ്യും. അത്രയും ഗൗരവമാണ്. അപ്പോൾ ഇത് രണ്ടും പാരലായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴൊക്കെ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ ക്രിസ്തു ശിഷ്യന്മാര് സമ്പത്തിന്റെ പുറകെ പോയിട്ടുണ്ട്, അധികാരത്തിന്റെ പുറകെ പോയിട്ടുണ്ട്. നേരെ മറിച്ച് എപ്പോഴൊക്കെ ക്രിസ്തു ശിഷ്യന്മാര് സമ്പത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും പുറകെ പോയോ അപ്പോഴെല്ലാം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിരന്തരമായ പ്രക്രിയയാണ്. ഈ അടുത്ത കാലത്ത് സീറോ മലബാർ സഭ അതിനെ വല്ലാതെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ സമ്പത്തിന്റെ പുറകെ പോയോ, എപ്പോഴൊക്കെ അധികാരം അടിച്ചേൽപ്പിക്കാൻ നോക്കിയോ അപ്പോഴൊക്കെ ക്രിസ്തു മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയ സത്യം. ഇനി നമുക്ക് ഇത്രയും ആമുഖ വിചാരമായിട്ട് വെച്ചിട്ട് നമുക്കിതിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കും. എന്താണ് ലോകത്തിന്റെ അധികാര ശ്രേണി? ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിജാതീയരുടെ ഇടയിൽ, വിജാതീയരെന്ന് വെച്ചാല് അന്യമതസ്ഥർ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്, ക്രിസ്തു ശിഷ്യര് എന്നുള്ള അർത്ഥത്തിലാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവര്, അതൊരു പക്ഷെ മാമോദിസം സ്വീകരിച്ചവരോ അല്ലാത്തവരോ ഒക്കെ ആവും. മാമോദിസം സ്വീകരിച്ച വിജാതീയരുണ്ട്, മാമോദിസം സ്വീകരിക്കാത്ത വിജാതീയരുണ്ട്. അത് ഞാൻ ആ വാക്ക് ബൈബിളിന്റെ ഭാഷയിൽ വേണം നമ്മൾ അതിനെ തർജ്ജമ ചെയ്തിരുന്നത്. വിജാതീയരെന്ന് വെച്ചാല് മതത്തിൽ ചേരാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല, ക്രിസ്തു ശിഷ്യത്വം സ്വീകരിക്കാത്തവരെന്നുള്ള അർത്ഥത്തിൽ. മാമോദിസം സ്വീകരിച്ചിട്ട് ക്രിസ്തു ശിഷ്യരല്ലാത്തവരുണ്ട്, അവര് വിജാതീയരാണ്. അപ്പം വിജാതീയരുടെ മേൽ ഉള്ള സ്വഭാവം രാജാക്കന്മാര് എന്ന് വെച്ചാല് അധികാരമുള്ളവൻ ആധിപത്യം സ്ഥാപിക്കും. ആധിപത്യം സ്ഥാപിക്കല് പലപ്പോഴും അടിയാളന്റെ ഹിതം നോക്കിയിട്ടല്ല, പലപ്പോഴും അല്ല, ഒരിക്കലും അല്ല. അത് രാജഭരണത്തിൽ അങ്ങനെയാണ്, സഭാഭരണത്തിലും അങ്ങനെയാവും. അൽമായന്റെയോ സന്യസ്തരുടെയോ വൈദികരുടെയോ ഒച്ച കേൾക്കാതെ മെത്രാന്മാര് തീരുമാനമെടുത്താൽ, ഇടവ വികാരി ഇടവകയിലെ സന്യസ്തരുടെയോ അൽമായരുടെയോ ആലോചനയില്ലാതെ തീരുമാനങ്ങൾ എടുത്താൽ, ഒരു കുടുംബനാഥൻ നാഥയുടെയോ മക്കളുടെയോ മാതാപിതാക്കന്മാരുടെയോ ഹിതമറിയാതെ തീരുമാനം അടിച്ചേൽപ്പിച്ചാല് ഇതൊക്കെ സംഭവിക്കുന്നു. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയില് ഇതും സംഭവിക്കും. അപ്പം അധികാരം ഉള്ളവൻ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമുണ്ട്. അത് ക്രിസ്തുവിന്റെ ജാതിയിൽപ്പെട്ടവർക്കുള്ളതല്ല, വിജാതീയരുടെ സ്വഭാവം. അപ്പൊ നമ്മൾ വിജാതീയരാണോ സജാതീയരാണോ എന്ന് തീരുമാനിക്കാനുള്ള അമ്ല പരിശോധന സാധ്യതയാണ് ഈ വചനം നമുക്ക് തരുന്നത്. നമ്മുടെ തീരുമാനങ്ങള്, നമ്മുടെ ചിന്തകള് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഈ അടിച്ചേൽപ്പിക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അധികാരം അടിച്ചേൽപ്പിക്കുന്നവനോട് പകയും വിദ്വേഷവും ഒരു വശത്ത് വരും, നേരെ മറുവശത്ത് അവനോട് വിധേയത്വം കൂടുതൽ വരികയും ചെയ്യും. കാരണം അധികാരമുള്ളവനാണ്, അപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു ഉപകാരം എപ്പോഴെങ്കിലുമൊക്കെ വന്ന് പെടും. അപ്പോ അവന്റെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കാനുള്ള പ്രവണതയും. അപ്പൊ ഇത് ഭൗതിക അധികാര പ്രത്യേകതയാണ്. സത്യത്തിൽ ഇത് തന്നെയാണ് ഇതിന്റെ അതേ ഇരട്ട പറ്റതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഗതികേട്. അത് സംഭവിക്കരുത് എന്നാണ് ക്രിസ്തു തന്റെ കുർബാന സ്ഥാപിച്ചതിന് ശേഷം പറഞ്ഞത്.
അപ്പൊ പ്രത്യേകിച്ച് കുർബാന സ്വീകരിക്കുന്നവരുടെ ഇടയിൽ ഈ പ്രവണത കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ കുർബാന സ്വീകരിക്കാണ്ടിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്തു കുർബാന സ്ഥാപിച്ചിട്ടാണ് ഇത് ഈ തർക്കം ഉണ്ടായത് എന്നത് കുർബാന സ്വീകരിക്കുന്നവരോട്, കുർബാനയോട് ആഭിമുഖ്യമുള്ളവര് തീർച്ചയായിട്ടും തർക്കത്തിൽ ഏർപ്പെടും എന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വരികൾക്കിടയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തായിട്ട് നമ്മൾ വായിച്ചെടുക്കണം. കുർബാനയോട് ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാകും അല്ലെ, അതാണല്ലോ സംഭവിച്ചത്. അപ്പം ഇനി എന്താണ് ക്രൈസ്തവ അധികാര ശ്രേണി? അത് റിവേഴ്സ് ഓർഡറാണ്. വലിയവൻ ചെറിയവനാകണമെന്നുള്ള ഓർഡറാണ്. അപ്പം ഭൗതികമായ അധികാര ശ്രേണി പറഞ്ഞു വെച്ചിട്ട് എപ്രകാരമായിരിക്കണം ക്രൈസ്തവ അധികാര ശ്രേണി എന്ന്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ നയങ്ങൾ എന്തായിരിക്കണമെന്ന് 4 കാര്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ഒന്നാമതായിട്ട് വലിയവൻ ചെറിയവനാകണം. എങ്ങനെയാണ് വലിയവൻ ചെറിയവൻ തീരുമാനിക്കുക? സമ്പത്തിന്റെ കാര്യത്തിലോ, കഴിവിന്റെ കാര്യത്തിലോ, സൗന്ദര്യത്തിന്റെ കാര്യത്തിലോ, ബുദ്ധിയുടെ കാര്യത്തിലോ, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ, ശക്തിയുടെ കാര്യത്തില്, അധികാരത്തിന്റെ കാര്യത്തില്, ഇതൊക്കെയാണ് നമ്മൾ വലിപ്പത്തിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ. എന്നാൽ ക്രിസ്തുവിന്റെ വലിപ്പത്തിന്റെ മാനദണ്ഡം മേടിക്കണവനാണോ കൊടുക്കണവനാണോ എന്നുള്ളത്. ചെറിയവനാണെങ്കിൽ കൊടുക്കും, വലിയവനാണെങ്കിൽ മേടിക്കും. അപ്പോ ഈ വലിയവര് ചെറിയവരാകണമെന്നുള്ളത്, കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ചുങ്ങുക എന്നുള്ളത്. അവന്റെ വലിപ്പം എന്ന് പറയുന്നത് അവന്റെ വികാസമല്ല, മറിച്ച് അവന്റെ ചുരുങ്ങല. എന്റെ അഹങ്കാരത്തിന്റെ പുറന്തോടിന്റെ വികാസത്തിന്റെ പേരാണ് വലിപ്പം എന്ന് പറയുന്നത്. ബാബേൽ ഗോപുരം അതിന്റെ സൂചനയാണ്. ഭാഷ ഭിന്നമാകുന്നത് ഇതിന്റെ സൂചനയാണ്. ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒരാള് വലിയവനാകാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ഭാഷ മനസ്സിലാകാത്ത അവിടെയാണ്. ഒരാള് തൻ്റെ അഹങ്കാരത്തിന്റെ പുറന്തോടിനെ വലുതാക്കുന്നു എന്നുള്ളത്. അപ്പോൾ വലിപ്പം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്, തൻ്റെ അഹങ്കാരത്തെ കുറയ്ക്കേണ്ടതുണ്ട്, എളിമപ്പെടേണ്ടതുണ്ട് എന്നത് സാരം. രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം ശുശ്രൂഷകനാകണം എന്നുള്ളത്. അധികാരമുള്ളവൻ ശുശ്രൂഷകനാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരാണ് വലിയവൻ? സഭയിലെ വലിയവൻ ആര്? സഭയിലെ വലിയവൻ എന്ന് പറയുന്നത് ദൈവിക വെളിപാട് കിട്ടിയവനാണ് സഭയിലെ വലിയവൻ. അത് അൽമായനാവാം, സന്യസ്തനാവാം, പുരോഹിതനാവാം. സഭയിലെ വലിയവനാണ്. അവനെ എങ്ങനെയായിരിക്കണം? അവൻ ചെറിയവനായിരിക്കും. ഇപ്പോ ഒരർത്ഥത്തില് ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ, ശുശ്രൂഷ എന്ന പ്രയോഗം സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പ്രയോഗിച്ച് അതിന്റെ മഹത്വം കളഞ്ഞതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതെല്ലാം ശുശ്രൂഷയാണെന്നാ പറയാം. കാശ് മേടിച്ചാലും പറയും അത് ശുശ്രൂഷയാണ്. അതിൻ്റെ അന്ന് കയ്യടി കിട്ടിയാലും പറയും അത് ശുശ്രൂഷയാണ്. പ്രതിഫലം മേടിച്ചുള്ള എല്ലാ പരിപാടിക്കും നമ്മൾ ശുശ്രൂഷ എന്നാ പറയാം. പ്രതിഫലം പറ്റുന്നത്, ഏതെങ്കിലും വിധത്തിൽ പ്രതിഫലം പറ്റുന്ന ഒന്നും ശുശ്രൂഷയാണ്. അപ്പം അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ വലിയവൻ ആരാണ്? സഭയിലെ വലിയവൻ എന്ന് വെച്ചാല് ഒറ്റ അർത്ഥമുള്ളൂ, ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയവനാണ്. അവനാണ് വലിയവൻ. അവൻ ചെറിയവനാകണം. അത് ഈ ലോകത്തിന്റെ പാഠമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, വെളിച്ചം കിട്ടിയവരൊക്കെയും അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ അക്രൈസ്തവനായിക്കോട്ടെ ആയിട്ടുണ്ട്, ചെറിയവനായിട്ടുണ്ട്. ഗാന്ധി അല്പം വെളിച്ചം കിട്ടണയ്ക്ക് മുമ്പ് പൊങ്ങച്ചവും കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട് ആർഭാടായിട്ട് ജീവിച്ചവനാണ്. ഗാന്ധിയുടെ കാലത്ത് വിദേശത്ത് പോയി പഠിക്കാൻ സൗകര്യമുണ്ടായിരുന്ന, സാധ്യതയുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് മഹാത്മാഗാന്ധി.
അതിൻ്റെതായ അഹങ്കാരമൊക്കെ ആയിട്ടാണ് ജീവിച്ചത്. പക്ഷെ ഒരു വേള വെളിച്ചം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൻ ചെറിയവനാവാൻ നോക്കിയത്. അങ്ങനെ ചെറിയവനാകാൻ നോക്കിയതാണ് അവന്റെ വലിപ്പമായിട്ട് മാറിയത്. ബുദ്ധന്റെ കഥ നമുക്കറിയാം. ബുദ്ധൻ കൊട്ടാരത്തിന്റെ ഭരണത്തിൽ നിന്ന് ഒരു വേള അവന്റെ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, പ്രകാശം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയാണ്. അപ്പോൾ വലിപ്പം എന്ന് പറയുന്നത് ഈ ദൈവിക വെളിപാട് കിട്ടും. ക്രിസ്തുവിന്റെ വലിപ്പം എപ്പോഴാണ്? ക്രിസ്തുവിന്റെ വലിപ്പം നമ്മൾ കാണുന്നത് പരസ്യ ജീവിതത്തിലേക്കാണ്. അതിന് സാഹചര്യം ഒരുക്കിയത് എന്താ? അവന്റെ 40 ദിനരാത്രങ്ങൾ. അപ്പോ എല്ലാം ഉപേക്ഷിച്ചിറങ്ങി. അവൻ ക്രിസ്തു തനിക്ക് സ്വന്തമായിരുന്ന തൻ്റെ ഭവനം, തൻ്റെ വളർത്തമ്മ, അതായത് മറിയത്തെ ഔസേപ്പിനെ ഒക്കെ ഉപേക്ഷിച്ച് തലചായ്ക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞവൻ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയത് എപ്പോഴാണ്? അവന്റെ വലിപ്പം ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ. അപ്പൊ ഈ വലിപ്പങ്ങളെ കുറയ്ക്കാനായിട്ട് സാധിക്കണം. അത് വലിപ്പമുള്ളവരൊക്കെ എന്ന് പറയുന്നത് ഈ ദൈവിക വെളിപാട് കിട്ടിയവരാണ്. ക്രിസ്തുവിന്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ വലിപ്പമുള്ളവരെന്നൊക്കെ പറയുന്നത് വിവരമുള്ളവര്, കഴിവുള്ളവര്, സൗന്ദര്യമുള്ളവര്, പഠിപ്പുള്ളവര്, ജോലിയുള്ളവര്, അങ്ങനെ പലതൊക്കെ. ഏതായാലും ഏതു തരത്തിലുള്ള വലിപ്പമായാലും അതൊക്കെ ചെറുപ്പത്തിലേക്ക്, എളിമയിലേക്ക്, ചുങ്ങലിലേക്ക്, ശൂന്യതയിലേക്ക്, ഒരു തുള്ളിയിലേക്ക് ചുരുങ്ങേണ്ടതുണ്ട് എന്നർത്ഥം. രണ്ടാമതായിട്ട് പറയുക, അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയായിരിക്കും. ആരാണ് അധികാരം? അധികാരം 2 തലത്തിലുണ്ട്. സഭയിൽ തന്നെ 2 തലത്തിലുണ്ട്. ഒന്ന്, ഒരു വൈദികന്റെ അധികാരവും ഒരു വികാരിയുടെ അധികാരവും വ്യത്യസ്തമാണ്. ഒരു വൈദികന് തിന്മയുടെ മേൽ അധികാരമുണ്ട്. എന്നാൽ ഒരു വികാരിക്ക് ഇടവക ജനത്തിന്റെ മേൽ അധികാരമുണ്ട്. അപ്പോ 2 തരത്തിലുള്ള അധികാരം. ഒന്ന് നമ്മുടെ സഭാത്മകമായ അധികാരമാണെങ്കിൽ മറ്റൊന്ന് ദൈവികമായ അധികാരം. അപ്പൊ 3 തരത്തിലുള്ള അധികാരം നമ്മൾ കാണണം. ഒന്ന് സാമൂഹ്യമായ അധികാരം, 2 സഭാപരമായ അധികാരം, 3 ആത്മീയമായ അധികാരം. ഈ 3 അധികാരങ്ങള് നമ്മൾ കാണേണ്ടതുണ്ട്. ആ അധികാരമുള്ളവരൊക്കെയും ശുശ്രൂഷകരാകണം എന്നുള്ളത്. ശുശ്രൂഷയെ കുറിച്ച് ഒരു ചെറിയ സൂചന ഞാൻ നേരത്തെ പറഞ്ഞു. ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രതിഫല ഇച്ഛയില്ലാതെ, പ്രതിഫല ഇച്ഛ മാത്രമല്ല, പ്രതിഫലം വാങ്ങാതെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം ഇല്ലാതെ, ഏതൊരുത്തരിൽ നിന്നാണോ അധികാരം ഉണ്ടായത് ആ അധികാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മത്തിന്റെ പേരാണ് ശുശ്രൂഷ. അപ്പൊ അധികാരം തന്നത് സഭയാണെങ്കിൽ സഭയോടുള്ള വിധേയത. ഇപ്പൊ ഒരു വികാരിയെ സംബന്ധിച്ചിടത്തോളം ആ വികാരിയെ ചുമതല ഏൽപ്പിക്കുന്നത് മെത്രാനാണ്, അല്ലെങ്കിൽ രൂപതയാണ്. അപ്പൊ രൂപതയോടാണ് അവന്റെ അധികാരം മുഴുവൻ വിധേയപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഒരു പുരോഹിതന്റെ അധികാരം എന്ന് പറയുന്നത് ഒരു മെത്രാനോടുമല്ല, ഒരു മാർപ്പാപ്പയോടുമല്ല, മറിച്ച് ദൈവത്തോടാണ്. പട്ടം തരുന്നത് അവരിലൂടെ ആയിരിക്കാം, പക്ഷെ അവന്റെ വിധേയത്വം ഒരു അൽമായന്റെ ആത്മീയ വിധേയത്വം ആരോടായിരിക്കും? സഭാപരമായ വിധേയത്വം സഭാധികാരികളോടുണ്ടാകണം, സാമൂഹ്യമായ വിധേയത്വം മന്ത്രിമാരോടും MLA-മാരോടും ഒക്കെ ഉണ്ടാവണം. പക്ഷേ അവന്റെ ആത്മീയമായ വിധേയത്വം എപ്പോഴും ദൈവത്തോട് മാത്രമായിരിക്കും. അപ്പൊ ഈ ശുശ്രൂഷയുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളൊരു ആത്മീയമായ കാര്യം നിർവഹിക്കുമ്പോൾ അതിന് പ്രതിഫലം മേടിക്കാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ, പ്രതിഫലം വാങ്ങാതെ ആരുടെ അധികാരം കൈകാര്യം ചെയ്യുന്നുവോ ആ അധികാരം ഏൽപ്പിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ശുശ്രൂഷയാകുന്നത്. ക്ലിയർ ആയോ? ഒത്തിരി കടുപ്പമുണ്ട് അതൊക്കെ.
ഇത്തിരി കടുപ്പമുണ്ട്. ബൈബിൾ വായന നമ്മൾ ഏറ്റെടുത്തിരുന്നത് ദൈവത്തിന്റെ പക്കൽ നിന്നാണെങ്കിൽ ആ ദൈവിക ലക്ഷ്യത്തിന് വേണ്ടി വേണം ഇത് നിർവഹിക്കാൻ. അതിൻ്റെ അകത്ത് എൻ്റെ താല്പര്യങ്ങളോ എൻ്റെ സ്വഭാവങ്ങളോ അതിൻ്റെ അകത്ത് എടുത്തേക്കരുത്. അപ്പോൾ അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയാണ്. മൂന്നാമതായിട്ട് പറയുക, അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ ഈശോ ചോദിക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട്. ലൂക്കയുടെ സുവിശേഷത്തിൽ 121, 122, 123 അങ്ങനെ 3 ചോദ്യങ്ങളാണ്. ആരാണ് വലിയവൻ? 121ാമത്തെ ചോദ്യം. 122ാമത്തെ ചോദ്യം ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? 123ാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ല. ഈ 3 ചോദ്യങ്ങൾ ഏറെക്കുറെ സമാന്തരമായിട്ട് പോകുന്നതാണ്. ഇവിടെ ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേടിക്കുന്നവൻ എന്നർത്ഥം, സ്വീകരിക്കുന്നവൻ എന്നർത്ഥം. ഏതെങ്കിലും ശുശ്രൂഷയില് എന്തെങ്കിലും സ്വീകരിച്ചാൽ അത് ശുശ്രൂഷയാകില്ല, ഭക്ഷണത്തിന് ഇരിപ്പാവും. ഭക്ഷണത്തിനുള്ള ഇരിപ്പ. ഇപ്പോ ഞാൻ വചനം വായിക്കുന്നത് കുറച്ച് അക്ഷരസ്ഫുടത വരാനാണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നത് ശുശ്രൂഷയല്ല, ഇത് ഇത് ഭക്ഷണത്തിനുള്ള ഇരിപ്പ. ഞാൻ വചനം വായിക്കുന്നത് എനിക്ക് കുറച്ച് ദൈവാനുഗ്രഹം കിട്ടാനാണ് എങ്കിൽ എൻ്റെ ഈ ഇരിപ്പ് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അത് ദൈവാനുഗ്രഹത്തിന്റെ ഭക്ഷണമാണെന്ന് മാത്രം, അല്പം ശ്രേഷ്ഠമായ ഭക്ഷണമാണെന്ന് മാത്രം. ഇവിടെ നമ്മൾ ഭക്ഷണത്തിന് ഇരിപ്പാണോ അതോ ശുശ്രൂഷയാണോ? ക്രിസ്തു ആവശ്യപ്പെട്ടത് ശുശ്രൂഷിക്കാനാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ നിയോഗത്തിന്, ക്രിസ്തുവിന്റെ ഹിതത്തിന് അനുസരിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ നിയോഗത്തിന് വേണ്ടി വേണം ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ ശുശ്രൂഷയുടെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇരിപ്പ് ഭക്ഷണത്തിനാണോ ശുശ്രൂഷയ്ക്കാണോ? എന്തെങ്കിലും സ്വീകരിച്ചാൽ അത് ഭക്ഷണമാവും, ഭക്ഷണത്തിനുള്ള ഇരിപ്പാവും. എന്തെങ്കിലും സ്വീകരിച്ചാൽ അത് ഭക്ഷണത്തിനുള്ള ഇരിപ്പാവും. ശുശ്രൂഷയാണെങ്കിൽ അതുകൊണ്ടാണ് ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഒടുവിലത്തെ അത്താഴത്തെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അതായത് പത്രോസ് പറയുന്നുണ്ട്, നീ എൻ്റെ കാല് കഴുകണ്ട. ഈശോ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, നിന്റെ കാല് കഴുകാൻ നീ എനിക്ക് അനുവാദം തന്നില്ലെങ്കിൽ എനിക്ക് ഇതിനോട് പങ്കുണ്ടാവില്ല. അപ്പൊ ശുശ്രൂഷ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ബാന്ധവത്തിന്റെ അടിത്തറ എന്നുള്ളത്. ബന്ധത്തിന്റെ അടിത്തറ ശുശ്രൂഷ കിട്ടലല്ല, ശുശ്രൂഷ കൊടുക്കലാണ് എന്നും കൂടി ഇത്തിരി കടുപ്പിച്ച് അവിടെ പറയുന്നു. അപ്പൊ ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ ശുശ്രൂഷ കിട്ടലല്ല, ശുശ്രൂഷ കൊടുക്കല. നമ്മുടെ പിണക്കങ്ങൾ മുഴുവൻ എന്തെന്നാ? എന്നെ നോക്കിയില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ കേട്ടില്ല, എനിക്ക് വേണ്ടത് തന്നില്ല. എനിക്ക് പിള്ളേരാണെങ്കിൽ പറയും, എനിക്ക് ബാറ്റ് മേടിച്ചു തന്നില്ല, എനിക്ക് പന്ത് മേടിച്ചു തന്നില്ല, എനിക്ക് വണ്ടി മേടിച്ചു തന്നില്ല, എനിക്ക് മൊബൈൽ മേടിച്ചു തന്നില്ല. എല്ലാ ബന്ധങ്ങളുടെയും അടിത്തറ ശുശ്രൂഷ മേടിക്കില്ല. പക്ഷേ ക്രിസ്തു പറയുന്നു, ക്രിസ്തു ശിക്ഷന്റെ ബന്ധത്തിന്റെ അടിത്തറ ഈ മേടിക്കലല്ല, കൊടുക്കലാണ്, ശുശ്രൂഷിക്കലാണ് ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ കാര്യം വലിയവൻ ചെറിയവനാകണം. രണ്ടാമത്തെ കാര്യം അധികാരം ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റണം. മൂന്നാമത്തെ കാര്യം പരീക്ഷകളിൽ കൂടെ നിൽക്കുന്നവരായിരിക്കും. ആരുടെ പരീക്ഷണങ്ങളില്? ദൈവത്തിന്റെ പരീക്ഷണങ്ങളിൽ. നാട്ടുകാരുടെ പരീക്ഷണങ്ങളിലല്ല, ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ. എപ്പോഴാ ദൈവത്തിന്റെ പരീക്ഷണം ഉണ്ടാകുക? എപ്പോഴൊക്കെ ദൈവം അവഹേളിക്കപ്പെടുന്നു, എപ്പോഴൊക്കെ സഭ അവഹേളിക്കപ്പെടുന്നു, എപ്പോഴൊക്കെ സഭയിൽ തർക്കം ഉണ്ടാകുന്നു, അപ്പോഴൊക്കെ ദൈവം സഹനത്തിലാണ്, ക്രിസ്തു സഹനത്തിലാണ്, ക്രിസ്തു പീഡാസഹനത്തിലാണ്. അപ്പോൾ കൂടെ ഉണ്ടാവാൻ പറ്റും. അതോ തർക്കിക്കുന്നവരുടെ പക്ഷത്തിലാവും? പരീക്ഷകളിൽ കൂടെ നിൽക്കുന്നവരായിരിക്കും, ക്രിസ്തുവിന്റെ പരീക്ഷകൾ. അപ്പൊ ക്രിസ്തുവിന്റെ പരീക്ഷകളിൽ കൂടെ നിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്വഭാവമായിരിക്കും.
നാലാമത്തെ കാര്യം, സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി സ്പീഡാക്കുകയാണ്. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ രാജ്യം അവിടുന്ന് കൽപ്പിച്ചു തരുമെന്നുള്ളത്. എന്താണ് എൻ്റെ സ്പേസ്, എൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താ? ഞാൻ ദൈവരാജ്യം, അതായത് ദൈവത്തിന്റെ രാജ്യം ക്രിസ്തുവിന് കൊടുത്തു, ക്രിസ്തു എനിക്ക് തന്നു. ഇത് സ്വന്തമായവനാണ് ഞാനെന്നുള്ളതാണ് എൻ്റെ ക്രെഡിബിലിറ്റി, എൻ്റെ അസറ്റ്. മാമോദീസയിലൂടെ അത് സ്വന്തമായവരാണ്. അപ്പോ നാലാമത്തെ കാര്യം, ഈ മാമോദീസയിലൂടെ ഇത് കൽപ്പിച്ചു തന്നിട്ടപ്പെട്ടവരാണ് നമ്മൾ. ആ രാജ്യത്തിനനുസരിച്ചാണോ ജീവിതം എന്നുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ക്രിസ്തു ശിഷ്യന്റെ ഭാവമായിട്ട് മാറേണ്ടത്. വലിയവൻ ചെറിയവനാകണം, അധികാരമുള്ളവൻ ശുശ്രൂഷകരാകണം, പരീക്ഷകളിൽ കൂടെ നിൽക്കണം, ദൈവരാജ്യത്തിന്റെ അകത്തായിരിക്കണം, രാജ്യത്തിന്റെ പുറത്താകരുത്, രാജ്യത്തിന്റെ ഒറ്റുകാരനാകരുത്, രാജ്യത്തിന്റെ കപ്പം കൊടുക്കണം, രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കണം. ഇതൊക്കെ രാജ്യത്തിന്റെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ. അത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ, ഏതായാലും സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കമാണ്. ഈ 4 കാര്യങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നു. ഇനി അങ്ങനെ ഈ 4 കാര്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചാൽ എന്തായിരിക്കും പ്രതിഫലം എന്നുള്ളതാണ് അവസാനത്തെ കാര്യങ്ങളിൽ പറയുക. അതൊരു പ്രവചനം കൂടിയാണ്. ലൂക്കയുടെ സുവിശേഷത്തിലെ 47-ാമത്തെ പ്രവചനമാണ്. ആ പ്രവചനം വേറെ ഒന്നുമല്ല, ാമത്തെ പ്രവചനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ വിരുന്നിന് ഇരിക്കാൻ പറ്റും, സിംഹാസനങ്ങളിൽ ഇരിക്കാൻ പറ്റും, 12 ഗോത്രങ്ങളെ വിധിക്കാൻ പറ്റും. വിരുന്ന് എന്നുള്ളത് പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ബൈബിളിലുടനീളം വിരുന്നിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. നിത്യവിരുന്നിനെ കുറിച്ചും മഞ്ഞയെക്കുറിച്ചും ഒക്കെ ഉള്ള സങ്കല്പങ്ങൾ ഉണ്ട്. ദൈവരാജ്യത്തിലെ വിരുന്നിന് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, സിംഹാസനങ്ങളിൽ ഇരിക്കാൻ പറ്റും. നിങ്ങളിത് ശ്രദ്ധിച്ച് വീക്ഷിച്ചാല് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിരുന്ന് ശുശ്രൂഷയ്ക്ക് നേരെ മറിച്ചാണ്. സിംഹാസനങ്ങൾ ഇരിക്കുന്നത് അധികാരത്തിന് നേരെ മറിച്ചാണ്. അല്ല, അധികാരത്തിലേക്കുള്ള കാര്യം. ഇവിടെ ശുശ്രൂഷ ചെയ്താല് അവിടെ ഇരിപ്പുണ്ടാവും. ക്ഷമിക്കുക, ഇവിടെ എളിമപ്പെട്ടാൽ അധികാരമുണ്ടാവും, അവിടെ അധികാരമുണ്ട്. ഇവിടെ ശുശ്രൂഷ ചെയ്താല് അവിടെ വിരുന്നുണ്ടാവും. ഇവിടെ മറ്റുള്ളവരുടെ അംഗീകരിച്ച് മറ്റുള്ളവരുടെ ഹിതത്തിനനുസരിച്ച് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പോയാല് അവിടെ വിധിക്കാൻ പറ്റും. ഇവിടെ വിധിക്കാതിരുന്നാൽ അവിടെ വിധിക്കാൻ പറ്റും. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ നോമ്പുകാലത്ത് ക്രിസ്തു ശിഷ്യർക്ക് ഉണ്ടാകും എന്ന് ക്രിസ്തു ഭയന്ന ഏറ്റവും വലിയ അപകടങ്ങള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പത്തിന്റെ മോഹവും സ്ഥാനമാനത്തിന്റെ മോഹവും. അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഇതുവരെ പറഞ്ഞതൊക്കെ. ഈ 2 മോഹങ്ങളെ ഈ നോമ്പുകാലത്ത് പരിത്യജിക്കാൻ ഉള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിശേഷം സ്തുതിയായിരിക്കട്ടെ.